നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്, പവർഡ് ബൈ ഹി ലൈഫ് തോട്ടക്കാട്ടുകര, ജോഷ്മാൾ മൂക്കന്നൂർ, ക്ലീൻസർ, BMC ഫിലിം പ്രൊഡക്ഷൻ ആൻഡ് നസ്രത്ത് വില്ലാസ്. ആൺകൊയ്മ മുന്നണിയായി UDF അധംപതിച്ചു. മന്ത്രി ആർ ബിന്ദു. വടകരയിലെ RMP നേതാവിന്റെ അധിക്ഷേപ പരാമർശത്തിനെതിരെ മന്ത്രി ആർ ബിന്ദു. പൊതുരംഗത്തുള്ള സ്ത്രീകളെ അവമതിപ്പോടെ കാണുന്ന മുന്നണിയായി UDF അധംപതിച്ചു. ആൺകൊയ്മ മുന്നണിയായി UDF അധംപതിച്ചുവെന്ന് മന്ത്രി പറഞ്ഞു. സ്ത്രീ സമൂഹത്തിന് ക്ഷമിക്കാൻ പറ്റാത്തതാണ് മഞ്ജു വാര്യരെയും ശൈലജ ടീച്ചറെയും അധിക്ഷേപിക്കുന്ന പ്രസ്താവന. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഉടനീളം KK ശൈലജ ടീച്ചർക്കെതിരെ ലിംഗനീതിക്ക് തെല്ലുവില കൊടുക്കാതെ നടത്തിയ സൈബർ ആക്രമണങ്ങളുടെ ബുദ്ധികേന്ദ്രം ആരാണെന്ന് വ്യക്തമായിരിക്കുകയാണ്. തിരുത്തൽ ശക്തികളായാണ് KK രമയടക്കം UDFിലെ സ്ത്രീ നേതൃത്വം നൽകേണ്ടതെന്നും മന്ത്രി വ്യക്തമാക്കി. മലപ്പുറത്ത് +1 ബാച്ചുകൾ കൂട്ടിയില്ലെങ്കിൽ സമരം ചെയ്യും. മുന്നറിയിപ്പുമായി ലീഗ്. മലപ്പുറത്ത് +1 സീറ്റ് പ്രതിസന്ധി പരിഹരിച്ചില്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ സമരം നടക്കുമെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. UDF ഭരിച്ചിരുന്നപ്പോൾ ബാച്ചുകൾ അനുവദിച്ചിരുന്നു. ഇപ്പോൾ സർക്കാർ സത്വരമായി ഇടപെട്ടുകൊണ്ട് പരിഹാരം കാണണം. അധിക ബാച്ചുകൾ അനുവദിക്കുക എന്ന ആവശ്യം തന്നെയാണ് മുന്നിൽ വെക്കുന്നത്. വിജയ ശതമാനത്തിനനുസരിച്ച് കുട്ടികൾക്ക് ഉപരിപഠനത്തിന് സാധ്യത ഒരുങ്ങുന്നില്ല. അതിന് ബാച്ചുകൾ അനുവദിക്കുകയെന്നത് തന്നെയാണ് പരിഹാരമെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. അമ്മയോടൊപ്പം കുഞ്ഞു മോഹൻലാൽ. മാതൃദിനത്തിൽ അപൂർവമായി മനോഹര ചിത്രം പങ്കുവച്ച് താരം. മാതൃദിനത്തിൽ അമ്മയ്ക്കൊപ്പമുള്ള ചിത്രം പങ്കുവച്ച് മോഹൻലാൽ. പഴയകാല ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോയാണ് മോഹൻലാൽ പങ്കുവച്ചിരിക്കുന്നത്. തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴിയാണ് മോഹൻലാൽ ചിത്രം പങ്കുവച്ചത്. മാതൃദിന ആശംസകൾ എന്നതിനൊപ്പം കുട്ടിയായിരിക്കുന്ന മോഹൻലാലും അമ്മ ശാന്തകുമാരിയുമുള്ള ഫോട്ടോയാണ് മോഹൻലാൽ പങ്കുവച്ചത്. നിരവധി പേരാണ് മോഹൻലാലിനും അമ്മയ്ക്കും ആശംസ നേർന്നത്. സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ യെല്ലോ അലർട്ട്. സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ നാളെ യെല്ലോ അലർട്ടാണ്. ചൊവ്വാഴ്ച തിരുവനന്തപുരം, പത്തനംതിട്ട ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മതിയായ ചികിത്സ നൽകിയില്ല എന്ന ആരോപണം. ഡോക്ടർക്ക് നേരെ കയ്യേറ്റ ശ്രമവും ഭീഷണിയും. കോഴിക്കോട് കോടഞ്ചേരിയിൽ ഡോക്ടർക്ക് നേരെ കയ്യേറ്റ ശ്രമവും ഭീഷണിയും. കോടഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർ സുസ്മിതിനെയാണ് ചികിത്സയ്ക്ക് എത്തിയ ആൾ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചത്. കോടഞ്ചേരി സ്വദേശി രഞ്ജുവിനെതിരെ ഡോക്ടർ കോടഞ്ചേരി പോലീസിൽ പരാതി നൽകി. ഇന്നലെ രാത്രിയാണ് സംഭവം. ഹോളി ക്രോസ് ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്കെത്തിയ രഞ്ജു ഡോക്ടറെ കയ്യേറ്റം ചെയ്യുകയായിരുന്നു. മതിയായ ചികിത്സ നൽകിയില്ല എന്ന് ആരോപിച്ചായിരുന്നു കയ്യേറ്റം. കല്ലെടുത്ത് ഡോക്ടറിന്റെ തലയ്ക്ക് അടിക്കാൻ ശ്രമം നടത്തിയ ഇയാൾ ഡോക്ടർക്ക് നേരെ അസഭ്യ വർഷവും നടത്തി. അഖിൽ കൊലപാതകം മുഖ്യപ്രതികളിൽ ഒരാൾ പിടിയിൽ. അഖിൽ എന്ന അപ്പു ആണ് പിടിയിലായത്. സംഭവത്തിൽ ഒരാളെ ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു. അഖിലാണ് കൊല്ലപ്പെട്ട അഖിലിനെ കല്ലുകൊണ്ട് ക്രൂരമായി മർദ്ദിച്ചത്. ഗൂഢാലോചനയിൽ പങ്കെടുത്തവരെയും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കിരൺ, ഹരിലാൽ, കിരൺ കൃഷ്ണ എന്നിവരെയാണ് പിടിയിലായിരിക്കുന്നത്. മറ്റു പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. 4 പ്രതികളാണ് കേസിലുള്ളത്. ബാലരാമപുരത്ത് നിന്നാണ് ഡ്രൈവർ അനീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് മുഖ്യ പ്രതികളിലേക്ക് എത്തിയത്. വിനീത്, സുമേഷ് എന്നിവരാണ് മറ്റു പ്രതികൾ. ഇവർക്കായി തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്.
ഹജ്ജിന്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ വ്യാജ പ്രചരണം. 2 പ്രവാസികളെ സൗദി അറേബ്യ പോലീസ് അറസ്റ്റ് ചെയ്തു. അടുത്ത മാസം ആരംഭിക്കാനിരിക്കുന്ന വാർഷിക ഇസ്ലാമിക ഹജ്ജ് തീർത്ഥാടനത്തോടനുബന്ധിച്ച് വ്യാജവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ പ്രചാരണങ്ങൾക്കായി സോഷ്യൽ മീഡിയയിൽ പരസ്യം നൽകിയതിന് 2 പ്രവാസികളെ അറസ്റ്റ് ചെയ്തതായി സൗദി പോലീസ് അറിയിച്ചു. സൗദിയിലെ പുണ്യനഗരങ്ങളായ മക്കയിലും മദീനയിലും ഹജ്ജ് തീർത്ഥാടകർക്ക് പാർപ്പിടം നൽകുന്നുവെന്ന പരസ്യത്തിൽ ഈജിപ്ഷ്യൻ സ്വദേശികളായ ഇരുവരും തട്ടിപ്പും വഞ്ചനയും ഉദ്ദേശത്തോടെ അവകാശപ്പെട്ടിരുന്നുവെന്ന് പോലീസ് പ്രസ്താവനയിൽ പറഞ്ഞു. വയസ്സ് തികഞ്ഞാലും മോദി തന്നെ പ്രധാനമന്ത്രി. അരവിന്ദ് കെജ്രിവാളിന് അമിത്ഷായുടെ മറുപടി. ബി.ജെ.പിയെയും കേന്ദ്ര സർക്കാരിനെയും കടന്നാക്രമിക്കുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മറുപടി. നരേന്ദ്രമോദി വീണ്ടും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകുമെന്നും തന്റെ 3ാം ടേം പൂർത്തിയാക്കുമെന്നും അമിത്ഷാ പറയുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അടുത്ത വർഷം 75 വയസ്സ് തികയുമെന്നും അത് അദ്ദേഹത്തിന്റെ ഓഫീസിലെ അവസാന ദിവസമായിരിക്കുമെന്നും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അവകാശവാദത്തിന് മറുപടിയായാണ് അമിത്ഷായുടെ പരാമർശം. തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം, നടൻ അല്ലു അർജുനെതിരെ കേസ്. തെന്നിന്ത്യൻ താരം അല്ലു അർജുനും യുവജന ശ്രമിക റൈതു കോൺഗ്രസ് പാർട്ടി MLA രവിചന്ദ്ര കിഷോർ റെഡ്ഡിക്കുമെതിരെ കേസെടുത്തു. തെരഞ്ഞെടുപ്പ് ചട്ടലംഘനത്തിന് പേരിലാണ് കേസ്. MLAയുടെ വസതിക്ക് സമീപം ആൾക്കൂട്ടം ഉണ്ടാക്കിയെന്നും ഇത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് കേസ്. മുൻകൂർ അനുമതി തേടാതെയാണ് MLA റെഡ്ഡി അല്ലു അർജുനെ ക്ഷണിച്ചുകൊണ്ട് പരിപാടി സംഘടിപ്പിച്ചത്. നാളെ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ആന്ധ്രയിൽ പ്രഖ്യാപിച്ച 144 ലംഘിച്ചതിനെതിരെ തുടർന്നാണ് പോലീസ് കേസെടുത്തത്. താൻ തന്റെ സുഹൃത്തിന് പിന്തുണ നൽകാൻ വന്നതാണെന്നും താൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ആളല്ലെന്നും അല്ലു അർജുൻ വ്യക്തമാക്കി. ഇത് വെറും വാക്കല്ല, എന്റെ ഗ്യാരണ്ടി. 10 വാഗ്ദാനങ്ങളുമായി അരവിന്ദ് കെജ്രിവാൾ. ആം ആദ്മി പാർട്ടിക്ക് തിരഞ്ഞെടുപ്പ് പ്രതീക്ഷകൾ ഉയർത്തി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വാഗ്ദാനങ്ങൾ. ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷമായ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാലുള്ള തന്റെ 10 ഗ്യാരണ്ടികൾ കേജ്രിവാൾ പ്രഖ്യാപിച്ചു. ഞായറാഴ്ച ഡൽഹിയിൽ വാർത്താ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മറ്റ് ഇന്ത്യ മുന്നണി പങ്കാളികളുമായി ഇതുവരെ ഈ ഉറപ്പുകളെ കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ലെന്നും എന്നാൽ ആർക്കും ഇതിൽ ഒരു പ്രശ്നവും ഉണ്ടാകില്ലെന്ന് പ്രതീക്ഷിക്കുന്നതായും ഇദ്ദേഹം പറഞ്ഞു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.